ആവശ്യത്തിനു വേണ്ടി സൂപ്പർസോണിക് വിമാനങ്ങൾ സാധ്യമാക്കാനുള്ള ദൗത്യത്തിന്റെ ഭാഗമായി നാസ നിശബ്ദമായ സൂപ്പർസോണിക് വിമാനം പുറത്തിറക്കി. ശബ്ദത്തിന്റെ വേഗതയേക്കാൾ വേഗത്തിൽ പറക്കാൻ കഴിയുന്ന വിമാനങ്ങളെയാണ് പൊതുവെ സൂപ്പർസോണിക് വിമാനങ്ങൾ എന്ന് പറയുന്നത്. വെള്ളിയാഴ്ച കാലിഫോർണിയയിലെ പാംഡേലിൽ വെച്ച് ലോക്ക്ഹീഡ് മാർട്ടിൻ സ്കങ്ക് വർക്സുമായി ചേർന്ന് നടന്ന സംയുക്ത ചടങ്ങിലാണ് നാസ തങ്ങളുടെ പരീക്ഷണാത്മക വിമാനമായ X-59 വെളിപ്പെടുത്തിയത്. X-59 എന്ന ഈ സൂപ്പർസോണിക് വിമാനം ശബ്ദത്തിന്റെ 1.4 മടങ്ങ് വേഗതയിൽ പറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 75 വർഷങ്ങൾക്ക് മുൻപ് 1947 ഒക്ടോബർ 14 ആദ്യ സൂപ്പർസോണിക് വിമാനം പറന്നത്. കാലിഫോർണിയയിലെ മരുഭൂമിക്ക് മുകളിലൂടെയായിരുന്നു അത്. അന്നത്തെ നാഷണൽ അഡ്വൈസറി കമ്മിറ്റി ഫോർ എയറോനോട്ടിക്സിലെയും എയർഫോഴ്സിലെയും പുതുതായി രൂപം നൽകിയ X-1 സംഘമാണ് ശബ്ദവേഗത്തെ മറികടക്കുന്ന ഈ നേട്ടം കൈവരിച്ചത്. എന്നാൽ വലിയ ശബ്ദത്തെ തുടർന്ന് 1973 സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. അതേസമയം സാധാരണ സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് ഉള്ളതുപോലെ വലിയ സ്ഫോടനാത്മകമായ ശബ്ദം ഇല്ലാതെയും ശബ്ദത്തേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കാനും കഴിയും വിധമാണ് X-59 ഒരുക്കിയിരിക്കുന്നത്. വ്യോമയാനത്തിന്റെ പുതുയുഗത്തിന്റെ തുടക്കമാവും ഇതെന്ന് നാസ പ്രതീക്ഷ പ്രകടിപ്പിച്ചു. 99.7 അടി നീളവും 29.5 അടി വീതിയുമാണ് ഈ X-59 വിമാനത്തിനുള്ളത്. വിമാനത്തിന്റെ മുഴുവൻ നീളത്തിന്റെ 1/3 ഭാഗവും മുൻഭാഗത്തേക്ക് നീണ്ടിരിക്കുന്ന വിധത്തിലാണ്. ഈ സവിശേഷത മൂലം സാധാരണയായി സൂപ്പർസോണിക് വിമാനങ്ങൾക്ക് നേരിടേണ്ടി വന്നേക്കാവുന്ന വൈദ്യുത തരംഗങ്ങളെ ചിതറിക്കാൻ തക്ക ശേഷി നൽകുന്നു. കൂടാതെ വിമാനത്തിന്റെ സൂപ്പർസോണിക് കഴിവുകൾ കൂടുതൽ വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിൽ മറ്റ് വിമാനങ്ങളിൽ സാധാരണയായി കാണുന്ന ഫോർവേഡ് ഫേസിംഗ് വിൻഡോകൾ X-59 വിമാനത്തിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. വെള്ളിയാഴ്ച നടന്ന ലോഞ്ച് ഇവന്റിലെ കോൺഫിഗറേഷനുകൾ വിശദീകരിച്ചുകൊണ്ട് നാസയുടെ ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ പാം മെൽറോയ് പറഞ്ഞതിങ്ങനെയാണ്: വ്യോമയാന സാങ്കേതിക വിദ്യ പുരോഗമിക്കുന്നതിൽ X-59 ഒരു പ്രധാന ചുവടുവയ്പ്പാണ് നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഫോർവേഡ് ഫേസിംഗ് വിൻഡോകൾ നീക്കം ചെയ്തത്. പകരം എക്സ്റ്റേണൽ വിഷൻ സിസ്റ്റം വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. കോക്പിറ്റിൽ 4K മോണിറ്റർ നൽകുന്ന ഉയർന്ന മിഴിവുള്ള ക്യാമറയും ഇതിനായി ഉൾപ്പെടുത്തി, പാം മെൽറോയ് പറയുന്നു. ഭാവിയിലെ വിമാന രൂപകൽപ്പനകളെ സ്വാധീനിക്കാൻ ബാഹ്യദർശന സംവിധാനത്തിന് കൂടുതൽ കഴിവുണ്ട്. കൂടാതെ വിമാനത്തിന് പിന്നിൽ ഷോക്ക് തരംഗങ്ങൾ രൂപപ്പെടുകയും സോണിക് ബൂമുകൾ ഉണ്ടാക്കുകയും ചെയ്യുന്നത് തടയാൻ മുകളിൽ ഒരു എഞ്ചിനും അതുപോലെ മിനുസമാർന്ന അടിവശവും വിമാനത്തിന്റെ മറ്റൊരു സവിശേഷതയാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. X-59 ഈ വർഷാവസാനം അതിന്റെ ആദ്യ പറക്കലും തുടർന്ന് അതിന്റെ ആദ്യത്തെ നിശബ്ദ സൂപ്പർസോണിക് ഫ്ലൈറ്റും പുറത്തിറക്കാൻ ഒരുങ്ങുകയാണ്. നാസ പറയുന്നു, കഴിഞ്ഞ 50 വർഷമായി മൈലുകൾക്കപ്പുറത്തു നിന്ന് കേൾക്കാവുന്ന സ്ഫോടനാത്മക ശബ്ദങ്ങൾ ഉണ്ടാക്കുന്ന സൂപ്പർസോണിക് യാത്രകൾ US-ൽ നിരോധിച്ചിരിക്കുകയാണ്. അതിനാൽ ടെസ്റ്റ് ഫ്ലൈറ്റുകൾ പൂർത്തിയായി കഴിഞ്ഞാൽ X-59 US-ലെ നിരവധി നഗരങ്ങൾക്ക് മുകളിലൂടെ പറക്കുമെന്നും നാസ പ്രതീക്ഷിക്കുന്നു. മാത്രമല്ല X-59 മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടോ എന്നതിനെക്കുറിച്ച് ജനങ്ങളിൽ നിന്നും വിവരങ്ങൾ ശേഖരിക്കുകയും അത് അന്താരാഷ്ട്ര റെഗുലേറ്ററി അധികാരികൾക്ക് കൈമാറുകയും ചെയ്തുകൊണ്ട് നിശബ്ദമായ സൂപ്പർസോണിക്കുകളുടെ കാര്യക്ഷമത ഉറപ്പാക്കും.